ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡ്രീം ഹാപ്പിനെസ് ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാമോ? ആക്ച്വലി നമ്മളൊരു മന്ത് മുമ്പ് ചെന്നൈക്ക് ചെറിയൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ 3 ഫ്രണ്ട്സ് കൂടി ഉണ്ടായിരുന്നു. അവനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ചെറിയൊരു യാത്ര പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് നമ്മൾ ചെന്നൈയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ട് ടിക്കറ്റും കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. 3 പേർക്കും കൂടി 690 മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ചീപ്പായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ തിരിച്ച് വന്ന സമയത്ത് നമ്മുടെ സാംസങ് ഗാലക്സി S22 എൻ്റെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ അൾട്രാ സ്മൂത്ത് സ്ലോ മോഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ ഇവന്മാരോട് പറയുകയാണ്, എടാ ഇതിൻ്റെ അകത്തൊരു സ്ലോ മോഷൻ ഉണ്ട്, അൾട്രാ സ്മൂത്താണ്, പക്കയായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇവന്മാർ പറയാം, എടാ ഒരു ട്രെയിൻ പോകുമ്പോൾ ഞാൻ ആ ട്രെയിനിന് സ്ലോ മോഷനിൽ പിടിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇവന്മാർ വിശ്വസിച്ചില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി നമ്മുടെ ട്രെയിൻ പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 140 km/h ആ ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത്. സീരിയസ്ലി പറയുന്നതാണ്. അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷെ കാണുന്നില്ല. കാരണം നമ്മൾ മാപ്പിൻ്റെ അകത്ത് ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് നമ്മളൊരു ലൊക്കേഷൻ ഇട്ടിട്ട് നമ്മൾ നമ്മൾ എത്ര km/h പോകണമെന്ന് നമ്മുടെ മാപ്പിനകത്ത് കാണിക്കും. അപ്പോൾ അത് ഞാൻ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ എവിടെയാണെന്ന് എനിക്കിപ്പോൾ കിട്ടുന്നില്ല. ആ വീഡിയോ പോയി, അതുകൂടി ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു തന്നെ. കാരണം ശരിക്കും അത്ര സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവന്മാരും വിശ്വസിക്കണം, കാരണം ഹൈ സ്പീഡിലാണ് ട്രെയിൻ പോയിക്കുന്നത് ആ സമയത്ത്. അപ്പോൾ ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നമ്മൾ ട്രെയിനിൻ്റെ പുറത്തായിട്ട് നോക്കിയിരിക്കുകയാണ് വേറൊരു ട്രെയിൻ തന്നെ കാണാൻ വേണ്ടി. അപ്പോൾ ട്രെയിൻ തന്നെ ഫസ്റ്റ് ബോഗി എത്തുമ്പോൾ തന്നെ ഞാൻ ക്യാമറ ഓണാക്കിയിട്ട് നമ്മുടെ സെറ്റിങ്സിൽ പോയാൽ ഇങ്ങനെ കുറേ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ മാത്രമാണ് സ്ലോ മോഷൻ്റെ ഓപ്ഷൻ. അപ്പോൾ അത് നീക്കി പെട്ടെന്ന് എടുത്ത് റെക്കോർഡ് ചെയ്യാൻ വന്ന സമയത്തേക്ക് ട്രെയിൻ പോയി കഴിഞ്ഞു. അത്രയ്ക്ക് ഫാസ്റ്റായിട്ടുള്ള മൂവിങ് ആയിരുന്നു മൊത്തത്തിൽ. അപ്പോൾ 1, 2, 3 അറ്റംപ്റ്റ് ഞാൻ ചെയ്തു, നടക്കണില്ല. ലാസ്റ്റ് ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു, എടുത്തിട്ട് ഞെക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു ട്രെയിൻ പോയി കറക്റ്റ് ഞെക്കി ആ സീൻ കിട്ടി. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അവന്മാരെ കാണിച്ചു കൊടുത്തു. ശരിക്കും ഞാനും ഞെട്ടിപ്പോയി. ഒട്ടും വിചാരിച്ചില്ല ആ ഒരു സീൻ കിട്ടുമെന്ന്. അമ്മായൊരു അവസ്ഥയായി പോയിട്ടോ. അപ്പോൾ ആ ഒരു സീനാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഞങ്ങൾ ഫോണിൽ അവിടെ വെച്ച് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഓക്കെ, സംഭവിച്ചു, അടിപൊളി സ്ലോ മോഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം മുമ്പ് എൻ്റെ PC-യിൽ ആ വീഡിയോ ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അതും കൂടി പറയാനാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫോണിൽ ചെറിയ സ്ക്രീനിൽ നോക്കി വലിയ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ PC കയറിയിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കാണാൻ പറ്റുന്നത്. ആക്ച്വലി വീഡിയോ നമുക്ക് പോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റും. ഒരു ഡോർ ശരിക്കും അടയുന്നൊരു സീൻ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ ആ ഒരു ട്രെയിനിൻ്റെ വിൻഡോയിൽ ആ വിൻഡോയുടെ അകത്തിരിക്കുന്ന ആൾക്കാരെയും കാണാൻ പറ്റും. മറിച്ച് ആ വിൻഡോയിൽ ഞാൻ നിന്ന് ഷൂട്ട് ചെയ്യണേ കാണാൻ പറ്റും. അത്രയ്ക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാത്രിയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്, ഒരുപാട് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ പക്ക ഫൂട്ടേജായി പോയാനിത്. അപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് സീൻ. ശരിക്കും കിളി പോയി. ശരിക്കും കിളി പോയത് ഇത് ഞാൻ PC-യിൽ വന്ന് കണ്ടു നോക്കിയപ്പോഴാണ് ശരിക്കും എൻ്റെ കിളി പോയത്. എൻ്റെ പൊന്നു മോനെ, സാംസങ് ഇത്രയ്ക്കൊരു സ്ലോ മോഷൻ ക്ലാരിറ്റി വൈസല്ല. ആ ഒരു ഇത്ര km/h പോണ ട്രെയിനിനൊക്കെ ഇത്ര സ്ലോ മോഷൻ ഇടിച്ചതിൻ്റെ ഉള്ളിൽ എത്ര പേരുണ്ടെന്ന് പറയാൻ കണക്കെടുക്കാൻ പറ്റി നമുക്ക്. റിയലി അമേസിങ്, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയായിരുന്നു ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഗൈസ് ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.